നമസ്കാരം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കുന്ന ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിലവിലെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കരാറിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ സങ്കീർണമായി തുടരുമ്പോൾ ന്യൂസിലൻഡുമായി ഇത്ര വേഗത്തിൽ ഒരു കരാറിലെത്തുവാൻ സാധിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്രത്തിന്റെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം ഒരു ദശാബ്ദക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം മാർച്ചിൽ പുനരാരംഭിച്ച ചർച്ചകളാണ് ഇപ്പോൾ വിജയകരമായ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് ഉഭയകക്ഷി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത്. 2025 മാർച്ചിൽ ക്രിസ്റ്റഫർ ലക്സൺ നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടത്. വെറും 9 മാസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കുവാൻ സാധിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും സൗഹൃദത്തിൻ്റെയും തെളിവായി വിലയിരുത്തപ്പെടുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്നും അടുത്ത വർഷത്തോടെ ഇത് നടപ്പിലാക്കുവാൻ സാധിക്കുമെന്നും ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി അറിയിച്ചു. മോദി സർക്കാരിന് കീഴിൽ ഈ വർഷം പൂർത്തിയാകുന്ന 3ാമത്തെ വ്യാപാര കരാറാണിത്. യുണൈറ്റഡ് കിങ്ഡം, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള കരാറുകൾക്ക് പിന്നാലെയാണ് ന്യൂസിലാൻഡുമായുള്ള ഈ നേട്ടം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിലെ രാജ്യങ്ങൾ UAE, ഓസ്ട്രേലിയ, മൗറീഷ്യസ് എന്നിവരുമായി ഇന്ത്യ നേരത്തെ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന ഇന്ത്യൻ വിപണിയിലേക്ക് ന്യൂസിലാൻഡ് കമ്പനികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശനം നൽകുവാൻ ഈ കരാർ സഹായിക്കും. 2030 $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലവിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഭരണകാലത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന നയം കൂടുതൽ ശക്തമാകുന്നതും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ ബദൽ വിപണികൾ തേടാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വിസ നിയന്ത്രണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി പ്രവേശനം, ഇന്ത്യ റഷ്യ ബന്ധവും എണ്ണ വ്യാപാരവും തുടങ്ങിയ കാര്യങ്ങളിൽ അമേരിക്ക കർശന നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ സാഹചര്യത്തിലാണ് ന്യൂസിലൻഡുമായുള്ള കരാർ പ്രസക്തമാകുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിലും പാശ്ചാത്യ രാജ്യങ്ങളുമായും സഖ്യകക്ഷികളുമായും ഇന്ത്യക്ക് മികച്ച സാമ്പത്തിക ബന്ധം പുലർത്താൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം, ഒമാൻ എന്നിവയുമായി ഇതിനകം കരാറുകളിൽ ഒപ്പിട്ട ഇന്ത്യ ന്യൂസിലൻഡിനെ കൂടെ കൂട്ടുന്നതിലൂടെ പസഫിക് മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. ഈ കരാർ പ്രകാരം ന്യൂസിലൻഡിൽ നിന്നുള്ള 95% ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യും. കരാർ നിലവിൽ വരുന്ന ആദ്യ ദിവസം തന്നെ പകുതിയിലധികം ഉൽപ്പന്നങ്ങൾ നികുതി രഹിതമായി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ വ്യക്തമാക്കി. ഇത് ന്യൂസിലൻഡിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും വരുമാനം ഉയർത്തുവാനും സഹായിക്കും. വരും ദശകങ്ങളിൽ ന്യൂസിലൻഡിന്റെ കയറ്റുമതിയിൽ പ്രതിവർഷം 1.1 ബില്യൺ മുതൽ $1.3 ബില്യൺ വരെ വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കുവാനും അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപം ന്യൂസിലൻഡ് നടത്തുമെന്നും ഇരു നേതാക്കളും പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാപാരത്തിന് പുറമെ പ്രതിരോധം, കായികം, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം തുടങ്ങിയ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, കമ്പിളി, വൈൻ എന്നിവയുടെ കയറ്റുമതിയിലാണ് ന്യൂസിലൻഡ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ IT സേവന മേഖലകൾക്ക് ന്യൂസിലൻഡിൽ കൂടുതൽ വിപണി ലഭ്യമാക്കുവാനും പ്രൊഫഷണലുകളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വിസ നടപടികളിൽ വലിയ ഇളവുകൾ ഈ കരാറിലൂടെ ലഭിക്കും. സ്റ്റെം ബിരുദധാരികൾക്ക് 3 വർഷം വരെയും ഡോക്ടറൽ സ്കോളർമാർക്ക് 4 വർഷം വരെയും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസകൾ ലഭ്യമാക്കും. കൂടാതെ 5000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് താൽക്കാലിക തൊഴിൽ വിസയും 1000 പേർക്ക് വർക്കിംഗ് ഹോളിഡേ വിസയും നൽകുവാൻ ധാരണയിലായിട്ടുണ്ട്. നിലവിലെ വ്യാപാര തോത് പരിമിതമാണെങ്കിൽ കൂടി ഈ കരാർ ഭാവിയിലെ വലിയ സാമ്പത്തിക സഹകരണത്തിന് ശക്തമായ ഒരു അടിത്തറയായി മാറുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസിലൻഡുമായുള്ള ഈ ഉടമ്പടി കേവലം ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. സേവന മേഖലയിലും IT മേഖലയിലുമാണ് ഇന്ത്യ കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക H1B വിസകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കായി തങ്ങളുടെ വിപണി തുറന്നു നൽകുന്നത് വലിയ ആശ്വാസമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.